നീയൊക്കെ അടിക്കലാകളെ ഈ തൊടുപുഴ പട്ടണത്തിനകത്ത് നീയൊക്കെ അടിച്ച് മണിക്കൂറുകൾ ഈ പോലീസ് സ്റ്റേഷൻ പിടിച്ചെടുക്കാനുള്ളത് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയ്ക്കാണ് ശക്തിയുള്ള തെണ്ടികളെ. അതുകൊണ്ട് ഷാഫി പറമ്പിൽ നേരെ നടന്ന ഈ അക്രമം കേരള മനസാക്ഷി മുഴുവൻ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഈ തൊടുപുഴ പോലീസ് സ്റ്റേഷനകത്ത് യൂത്ത് കോൺഗ്രസ് ഈ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. കേരള മനസാക്ഷി ഇതുവരെ കേൾക്കാത്ത അക്രമമാണ്. വരുന്ന ഭൂരിപക്ഷത്തിന് കേരളം തെരഞ്ഞെടുത്ത ഒരു എംപിയെ ഇരുട്ടിന്റെ മറവിൽ പിണറായിയുടെ പോലീസിനെ അതിക്രൂരമായി മർദ്ദിച്ചിരിക്കുകയാണ്. ആ വീണ ചോര ഞങ്ങളുടെ നെഞ്ചിലെ ചോരയാണ്. ഓരോ തുള്ളി ചോരയ്ക്കും ഇവിടെ മുദ്രാവാക്യം വിളിച്ചപ്പോൾ ഞങ്ങൾ വിളിച്ചല്ലോ ഞങ്ങളുടെ പ്രിയ നേതാവിനെ. അതിനപ്പുറത്തേക്ക് കേരളത്തിന്റെ ജനനായകനായിട്ടുള്ള എംപിയെ ആക്രമിച്ചവർക്കെതിരെ കർശനമായ നടപടികൾ, അവരെ പോലീസ് സേനയിൽ നിന്ന് മാറ്റും വരെയുമുള്ള പ്രതിഷേധങ്ങൾ ഞങ്ങൾ തുടരും. ഇന്നിപ്പോ പോലീസ് സ്റ്റേഷന് വെളിയിൽ വന്ന് പ്രതിഷേധിച്ച് മടങ്ങിപ്പോകാൻ വേണ്ടിയല്ല യൂത്ത് കോൺഗ്രസിന്റെ സമരപടന്മാർ വന്നിരിക്കുന്നത്. നിങ്ങൾ ഇരിക്കുന്ന നിങ്ങളുടെ ഇരിപ്പിടത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് കടന്നു വന്നിരിക്കുക. ഞങ്ങളുടെ നെഞ്ചിലാണ് നിങ്ങൾ തൊട്ടിരിക്കുന്നത്. എടാ കാക്കിയിട്ട പിണറായിയുടെ തെണ്ടികളെ, നിങ്ങളോട് ഞങ്ങൾ പറയുകയാണ്, നിങ്ങൾ ഞങ്ങളെ ആക്രമിക്കുമ്പോൾ പലപ്പോഴും നേതൃത്വത്തിന്റെ വാക്ക് കേട്ട് ഞങ്ങൾ പിരിഞ്ഞു പോകുന്നവരാണ്. പക്ഷേ ഇത് ഞങ്ങളുടെ കണ്ണിലെ കൃഷ്ണമണിയിലാണ് നിങ്ങൾ തൊട്ടിരിക്കുന്നത്. ഇതിന് പ്രതികാരം ഞങ്ങൾ ചെയ്യും. ഇതിന് ഞങ്ങൾ പ്രതിഷേധം സംഘടിപ്പിക്കും. ഇതിനെ ഞങ്ങൾ നിയമപരമായി നേരിടും. അതുകൊണ്ട് ഇവിടുത്തെ പോലീസുകാരോട് ഉൾപ്പെടെ പറയുന്നു, പിണറായി വിജയന്റെ ഭരണത്തിന്റെ അഹങ്കാരം കണ്ടിട്ടൊന്നും കോൺഗ്രസിന്, യൂത്ത് കോൺഗ്രസിന്, KSUവിനെ നേരിടാമെന്ന് നിങ്ങൾ കരുതണ്ട. ഇത്രയുമൊക്കെ ഉള്ളു ഞങ്ങൾക്ക്. ഇപ്പൊ എവിടെയാ യൂത്ത് കോൺഗ്രസിന്റെ സമരം നടന്നിരിക്കുന്നത്? തൊടുപുഴ പട്ടണത്തിന്റെ നടുവിലാണോ? അല്ല, നിൽക്കുന്ന DYSPയുടെ ഓഫീസിനകത്താണ് യൂത്ത് കോൺഗ്രസ്. ശബരിമലയിലെ അയ്യന്റെ പൊന്നുകട്ട പിണറായി വിജയൻ എന്ന് പറയുന്ന കാട്ടുകള്ളനും അദ്ദേഹത്തിന്റെ കിങ്കരന്മാരും രക്ഷപ്പെടാൻ വേണ്ടി ഇത്തരത്തിലുള്ള നാടകമൊന്നും കളിച്ചാൽ അതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് നിങ്ങൾ കരുതണ്ട. ശക്തമായ പ്രതിഷേധം
അത് ഈ ശബരിമല സംരക്ഷിക്കുവാൻ വേണ്ടി ഈ നാടിന്റെ മതേതര വിശ്വാസികളുടെ ശബരിമലയുടെ വിശ്വാസമുള്ളവരുടെ ആ വിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടി അവിടുത്തെ അയ്യന്റെ പൊന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടി പോരാട്ടം അത് കോൺഗ്രസ് ഏറ്റെടുത്തിട്ടുള്ളതാ. ബ്രിട്ടീഷിന് മുമ്പിൽ മുട്ടുമടക്കാത്ത കോൺഗ്രസിന് ഇവിടുത്തെ ലാത്തി പിടിച്ചു നിൽക്കുന്ന പോലീസൊക്കെ വെറും പുല്ലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ പങ്കാളിയായ മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കാലം സാക്ഷി ചരിത്രം സാക്ഷി ഓർത്തു വെച്ചോ സൂക്ഷിച്ചോ ഓരോ തുള്ളി ചോരയ്ക്കും പകരം ഞങ്ങൾ ചോദിക്കും യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് ഈ പ്രതിഷേധത്തെ തൊടുപുഴ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് അതിനപ്പുറത്തേക്ക് പോലീസിന്റെ അതിക്രമങ്ങളിൽ തന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടും ഈ ത്രിവർണ്ണ പതാകയുമേന്തി നിരന്തരമായ ഇടവേളകളില്ലാത്ത പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിയങ്കരനായ വിലാൽ സമദ് ക്ഷണിച്ചുകൊള്ളുന്നു. ഏറ്റവും പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമുക്കൊക്കെ അറിയാം നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ ഷാഫി പറമ്പിൽ എം പി വെറും എം പി മാത്രമല്ല, മറിച്ച് കേരളക്കരയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റാണ്. ആ വർക്കിംഗ് പ്രസിഡന്റിനെയാണ് ഇന്ന് കേരളത്തിലെ പോലീസ് അടിച്ച് തകർത്തിരിക്കുന്നത്. അവിടെയുള്ള ഷാഫി പറമ്പിലടക്കം DCC പ്രസിഡന്റ് അടക്കമുള്ള ഞങ്ങളുടെ നേതാക്കന്മാരെ മുഖം അടിച്ച് തകർക്കുകയും കണ്ണടിച്ച് തകർക്കുകയും നെറ്റിയടിച്ച് തകർക്കുകയും തലയുൾപ്പെടെ അടിച്ച് തകർക്കുന്ന ഈ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് ത്രിപുര നിയോജകമണ്ഡലം കമ്മിറ്റി ഈ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. ഇത് കേവലം ഒരു മാർച്ചല്ല, നിങ്ങളൊക്കെ കണ്ടതാണ്. ഡിവൈഎസ്പിയുടെ കസേരയുടെ കീഴിലാണ് ഈ മാർച്ച് അവസാനിച്ചത്. ഇത് തുടക്കം മാത്രമാണെന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത്തരത്തിൽ ഇനിയും ഒരു അനുഭവം ഉണ്ടായാൽ കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളും യൂത്ത് കോൺഗ്രസ് പിടിച്ചടക്കുന്ന തരത്തിലേക്ക് സമര പോരാട്ടങ്ങൾ മാറും എന്ന് മാത്രം പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന പരമനാരി വിശ്വാസികളുടെ അയ്യന്റെ മുതൽ പോലും സ്വർണം പോലും കട്ടുകൊണ്ടുപോയിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പൊറുക്കുവാനോ ഒരിക്കലും പൊറുക്കാൻ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കഴിയില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമര പോരാട്ടങ്ങൾക്ക് ഇത് തുടക്കം മാത്രമാണ്. ഇനിയങ്ങ് തുടരുകയാണ്. ഈ സമരം എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് വേണ്ടിയാണ്. ഈ സമരം എന്ന് പറയുന്നത് ഈ മതേതരത്വത്തിന് വേണ്ടിയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാർത്തകൾ നിർത്തുന്നു. ജയ് യൂത്ത് കോൺഗ്രസ്. ഞങ്ങളുടെ പ്രിയനാം നേതാവിനെ തല്ലിയ പട്ടികളെ കേരളമായ പ്രതിഷേധം
യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ രീതിയിൽ പോലീസിന്റെ സന്നാഹമടക്കം നേരത്തെ ഡിവൈഎസ്പിയുടെ ഒരു സ്ക്വാഡായിരുന്നു എങ്കിൽ അതിൽ കൂടുതൽ ഉദ്യോഗസ്ഥരടക്കം എത്തിക്കൊണ്ട് പ്രതിഷേധത്തെ തടയാൻ വേണ്ടിയിട്ടുള്ള സന്നാഹത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കൂടാതെ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തനം സംഘർഷപരമായ ഒരു സാഹചര്യത്തിലേക്ക് ദിവസങ്ങളടക്കം പ്രതിഷേധം സമാനമായ രീതിയിലുള്ള പ്രതിഷേധം നടന്നുവെങ്കിൽ ശബരിമലയുമായി ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് റോഡ് പൂർണ്ണമായി പ്രത്യേകിച്ച് പാല കയ്യും വെട്ടും കാലും വെട്ടും